ഞങ്ങളിന്ന് പുറത്തിറങ്ങിയതാണ്. ജസ്റ്റ് ഒന്ന് എൻ്റെ ഇൻവേർട്ടറായിട്ടുള്ള ഹസ്ബൻഡ് ഇന്നൊരു വ്ളോഗ് എടുത്തു കേട്ടോ. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. പുള്ളി അപ്പം തന്നെ അത് അവസാനിപ്പിക്കുകയും ചെയ്തു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ഡിന്നർ ഡേറ്റിന് വേണ്ടി പോവാം. ഞാനും അച്ഛനും ശ്രീകുട്ടനും കൂടെ. അച്ഛൻ 2 ദിവസത്തിന് ശേഷം നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തേക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചേ. നമ്മൾ എപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഞങ്ങൾ ചർച്ച ചെയ്യും എന്ത് കഴിക്കണം എന്നുള്ളത്. ഞങ്ങൾക്ക് 2 പേർക്കും ഓപ്പോസിറ്റ് ടേസ്റ്റാണ് കേട്ടോ. ടോട്ടലി എനിക്കിഷ്ടമുള്ളത് ശ്രീകുട്ടിന് ഇഷ്ടമല്ല, ശ്രീകുട്ടിന് ഇഷ്ടമുള്ളത് എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അത് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കോഴിക്കോടൻസിലേക്ക് പോയി. യൂഷ്വൽ അവിടെ ഒട്ടുക്കത്തെ തിരക്കായിരുന്നു. പിന്നെ നമ്മൾ നേരെ MRIയിലേക്ക് കയറി കേട്ടോ. MRI പോയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കിഴിപ്പൊറോട്ടയും അച്ഛന് പത്തിരിയും ബീഫും ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു കിഴിപ്പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. കാരണം എനിക്ക് ഒരെണ്ണം ഫുള്ളായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ക്രിക്കറ്റ് ഭ്രാന്തന്മാരായിട്ടുള്ള ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. 2 പേരും IPL മുഴുകിയിരിക്കുന്നത് കേട്ടോ. ഇന്നലെ ചെന്നൈൻ്റെയും മുംബൈൻ്റെയും കളിയായിരുന്നല്ലോ. അച്ഛനാണെങ്കിൽ സഞ്ജു സാംസന്റെ കടുത്ത ആരാധകനും ശ്രീകുട്ടനാണെങ്കിൽ ഒടുക്കാത്ത ചെന്നൈ ഫാനുമാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് ചായ ആയിരുന്നു ഫസ്റ്റ്, അതങ്ങ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചായ കുടിച്ചു കുറച്ച് നേരം. ഈ ചൂടത്ത് ചായ കുടിക്കുന്ന അത്ര വലിയ സെറ്റപ്പൊന്നും അല്ല, പക്ഷെ എന്നാലും എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കരമായിട്ടും തോന്നി കേട്ടോ. അങ്ങനെ കുടിച്ചതാണേ. അപ്പോഴേക്കും അച്ഛൻ ഓർഡർ ചെയ്തതും നമ്മൾ ഓർഡർ ചെയ്തൊക്കെ സാധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ്റെ എന്താ പത്തിരി, നൈസ് പത്തിരിയും ബീഫ് കറിയും, എൻ്റെ കിഴിപ്പൊറോട്ടയും. ഇതാണ് കിഴിപ്പൊറോട്ട. ആക്ച്വലി 3 പൊറോട്ടൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഗ്രേവി ഫിൽ ചെയ്തിട്ടൊരു സാധനം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇങ്ങനെ ആ ഗ്രേവിയിൽ പൊതിഞ്ഞിരിക്കുന്ന പൊറോട്ട ആയതുകൊണ്ട് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ജൂബിലി എന്നൊരു റെസ്റ്റോറൻറ്റ് ഇട്ട് അവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ ചട്ടി പൊറോട്ട കഴിക്കുന്നത്. അതിനകത്താണെങ്കിൽ ചിക്കൻ 65, എഗ് ബുൾസേ, ബീഫ്, ചിക്കൻ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അത് അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഇപ്രാവശ്യം മുമ്പ് എന്തായാലും വീഡിയോ എടുത്ത് കാണിക്കാമേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ പ്ലേറ്റ് കണ്ടില്ലേ, നന്നായി കഴിച്ചു കേട്ടോ. നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. നല്ല ചൂടാണ്. ചൂടത്ത് വേഗം വീട്ടിലേക്ക് പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.